ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രക്തക്കുറവ്, അനീമിയ, വിളർച്ച ഇവയെല്ലാം മാറാനായിട്ട് ഒരു നാച്ചുറൽ റെമഡി ആയിട്ടാണ് ഞാൻ വരുന്നിരിക്കുന്നത്. ക്ഷീണം, തലചുറ്റൽ, കിതപ്പ്, അതുപോലെ മുടി കൊഴിച്ചിൽ മുതലായ ലക്ഷണങ്ങളൊക്കെ മൂലം ഡോക്ടറെ കാണുമ്പോഴാണ് അറിയുന്നത്, ബ്ലഡ് ടെസ്റ്റിലൂടെ മനസ്സിലാക്കുന്നൊരു കാര്യം ഹീമോഗ്ലോബിൻ കുറവാണെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫുഡിൽ ഒരു ചേഞ്ചൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്കതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാം, അതിൻ്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. രക്തക്കുറവ് ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഫൈബറും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുള്ള ഒന്നാണ് മാതള നാരങ്ങ. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് മാതള നാരങ്ങ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇതിന് മറ്റു ഗുണങ്ങളുണ്ട് കേട്ടോ. നമുക്ക് രക്തസമ്മർദ്ദം, അതുപോലെ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതാണ്. വൃക്ക രോഗങ്ങൾക്ക് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഒരു മാതള നാരങ്ങയുടെ അല്ലി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാനാണ് പോകുന്നത്. ഇപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണ്. അരിക്കാതെ കുടിച്ച് കഴിഞ്ഞാൽ ഒരു തരിതിരി സാധനങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. മാതള നാരങ്ങ നമ്മുടെ ഹൃദയത്തിന് ചുറ്റും അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പിനെയൊക്കെ അകറ്റാനായിട്ട്, ഹൃദയത്തിലെ അണുബാധ അകറ്റാനൊക്കെ നല്ലതാണ്. അതുകൊണ്ട് കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഒരു മാതള നാരങ്ങ വാങ്ങിക്കുക. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരം കൂടിയാണ് ഈ ഒരു ഫ്രൂട്ട് കേട്ടോ. രക്തക്കുറവൊക്കെ പരിഹരിക്കാൻ വേറെയും മാർഗ്ഗങ്ങളുണ്ട്, അത് നമുക്ക് പറയാം. ഇതിലേക്ക് നമുക്ക് നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് എല്ലാം തന്നെ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ, ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ അകറ്റാനായിട്ട്. ഡയബറ്റിക് ഇല്ലാത്തവർക്ക് നമുക്ക് ടേസ്റ്റിന് വേണമെങ്കിൽ തേൻ ചേർത്ത് കുടിക്കാം. ഡെയിലി നമുക്ക് ഒരു മാതള നാരങ്ങ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ആ രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം മാറും. വീണ്ടും ഒന്ന് ഹീമോഗ്ലോബിൻ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. പക്ഷേ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഡെയിലി ആഹാരത്തിൽ ഉൾപ്പെടുത്തുക കേട്ടോ. പാവയ്ക്ക നമ്മൾ കറിവെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ പാവയ്ക്കയൊക്കെ കറിവെച്ച് കഴിക്കുക. അത് ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്. പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ഓവർ ബ്ലീഡിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അയൺ കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഉള്ളവർ തീർച്ചയായിട്ടും പാവയ്ക്ക റെഗുലറായിട്ട് തന്നെ കഴിക്കുക. മാതള നാരങ്ങ പോലെ തന്നെ ബീട്രൂട്ട് നമുക്ക് ക്യാരറ്റും അതുപോലെ കുറച്ച് ഡേറ്റ്സും ഒക്കെ ഇട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ട് നമുക്ക് ജ്യൂസാക്കി കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വാഴപ്പോക്ക നമ്മൾ കൊത്തിയരിഞ്ഞ് ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും കറി വെച്ച് തോരൻ വെച്ചൊക്കെ കഴിക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്, നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. വാഴപ്പിണ്ടിയും ഇതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ തന്നെ നമ്മുടെ ഈ ഹീമോഗ്ലോബിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി നമുക്ക് ആരോഗ്യം ബെറ്റർ ആക്കാനായിട്ട് സഹായിക്കും. പച്ചയ്ക്ക കഴിക്കുന്നത് നല്ലതാണ്. അതിലേറ്റവും നല്ലത് ഏത്ത വാഴയ്ക്ക പച്ചയ്ക്ക് കറി വെച്ചിട്ട് കഴിക്കുന്നതൊക്കെയാണ്. ഇത് നമുക്ക് പഴുത്ത് കഴിഞ്ഞും കഴിക്കാം കേട്ടോ. രക്തത്തിലെ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനായിട്ടും അനീമിയ എന്ന അവസ്ഥയിലേക്ക് അതൊക്കെ തടയാനായിട്ട് നമുക്ക് നല്ലൊരു കാര്യമാണ് വാഴ തരുന്നത്. ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, നമുക്ക് പല രീതിയിൽ പല കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന്. പിന്നെ നമുക്ക് മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഡോക്ടർ ഇതിലേതെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമ്മളിവിടെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ ഒക്കെ നമ്മൾ ധാരാളം ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെ മിതമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ പ്രശ്നം നല്ലൊരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും. ആപ്പിളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതൊക്കെ സീസണിൽ അതനുസരിച്ചുള്ള ഫ്രൂട്ട്സുകൾ മാറി മാറി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ശരിയായ രീതിയിലുള്ള ആഹാര ക്രമീകരണത്തിലൂടെ ഒരു പരിധിവരെ നമുക്ക് വിളർച്ചയെ തടയാൻ സാധിക്കും. വൈറ്റമിൻ സി അടങ്ങിയ പപ്പായ കഴിക്കുന്നത് നമുക്ക് ശരീരത്തിലേക്ക് അയണിൻ്റെ ആഗിരണത്തെ സഹായിക്കുന്ന കാര്യമാണ്. പച്ച പപ്പായ നമുക്ക് തോരനൊക്കെ ആയിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ നമുക്ക് പഴുത്ത പപ്പായയും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അയൺ അടങ്ങിയ എള്ള്, ശർക്കര, മുതിര, അതുപോലെ തന്നെ ഈന്തപ്പഴം ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ അയൺ ഗുളികകളൊക്കെ കഴിക്കുന്നവർ അത് ഗുളിയോടൊപ്പം തന്നെ നമ്മൾ ഒരിക്കലും പാല് കുടിക്കാൻ പാടില്ല. സെപ്പറേറ്റ് വേണം കുടിക്കാൻ. ഒരു 2 മണിക്കൂർ ഡിഫറൻസിൽ വേണം പാല് കുടിക്കാനായിട്ട്. കാര്യമായ രുചിയൊന്നും ഇല്ലെങ്കിലും പീനട്ട് ബട്ടറിൽ യഥാർത്ഥത്തിൽ അത് ഇരുമ്പിൻ്റെ സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഒന്നാണ്. പീനട്ട് ബട്ടർ ശരീരത്തിലേക്ക് ഇരുമ്പ് പ്രദാനം ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അത് അയണിൻ്റെ അബ്സോർപ്ഷന് കൂടി സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ പീനട്ട് ബട്ടർ നമ്മൾ കഴിക്കുന്നത് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതാണ്. ഇതൊന്നും കഴിക്കാത്തവരാണെങ്കിൽ ഇതേപോലെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകും.
മാതള നാരങ്ങയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ മറ്റെന്തെങ്കിലും പേരാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ള കൂട്ടുകാർക്കും എനിക്കും ഉപകാരപ്രദമായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു അറിവ് പകർന്നു കൊടുക്കുക. അവർക്കും ഇത് ഉപകാരപ്രദമായിരിക്കും. നമുക്ക് ഉടൻ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.